ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ വരുൺ വീട്ടിലേക്ക് വരികയാണ്. വരുൺ വീട്ടിലേക്ക് വരുമ്പോൾ വിചാരിക്കുന്നുണ്ട് ഏട്ടനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയണമെന്നൊക്കെ. ഏട്ടൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ചുമയ്ക്കുന്നുണ്ട്. ആ സമയത്ത് പ്രിയങ്ക അടുത്തേക്ക് വന്നിട്ട് വെള്ളമൊക്കെ എടുത്തു കൊടുക്കുന്നു. പ്രിയങ്ക ഏട്ടനെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുകയാണ്. വരുൺ വന്ന് നിൽക്കുന്നത് കാണുമ്പോൾ പ്രിയങ്ക ഒന്നുകൂടെ കെയർ ചെയ്ത് കാണിക്കുകയാണ്. പ്രിയങ്ക ഏട്ടനോട് പറയുന്നുണ്ട് എന്താവശ്യമുണ്ടെങ്കിൽ ഏട്ടൻ എന്നോട് പറഞ്ഞാൽ മതി എന്നൊക്കെ. അങ്ങനെ പറഞ്ഞിട്ട് പ്രിയങ്ക അവിടെ നിന്ന് പോവുകയാണ്. വരുണും ഏട്ടനും സംസാരിക്കുന്നത് പ്രിയങ്ക മറിഞ്ഞു നിന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. വരുണിന്റെ ഏട്ടൻ വരുണോട് പറയുന്നുണ്ട്, നീ ഭാഗ്യമുള്ളവനാണ്, നല്ല പെൺകുട്ടിയെ തന്നെയാണ് നീ വിവാഹം കഴിച്ചിരിക്കുന്നതെന്ന് പറയുന്നു. വരുണിന്റെ ഏട്ടൻ പ്രിയങ്കയെ പുകഴ്ത്തി പറയുന്നുണ്ട്. പക്ഷെ വരുണിന് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. വരുൺ റൂമിലേക്ക് പോകുന്നു. പ്രിയങ്ക മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, വരുൺ എന്നെ സ്നേഹിക്കാതെ വേറെ വഴിയില്ല. ഈ വീട്ടിലുള്ളവരെ എല്ലാം ഞാൻ കയ്യിലെടുക്കും. അങ്ങനെ വരുണും എന്നെ സ്നേഹിക്കേണ്ടി വരുമെന്നൊക്കെ വിചാരിക്കുന്നു. പ്രിയങ്ക ശരത്ത് ഫോൺ ചെയ്യുകയാണ്. ശരത്ത് ഫോൺ ചെയ്തിട്ട് പ്രിയങ്കയോട് ചോദിക്കുന്നുണ്ട് എന്തായി കാര്യങ്ങളെന്നൊക്കെ. വരുണിനെ കൊണ്ട് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യം സമ്മതിച്ചോ എന്നൊക്കെ ചോദിക്കുകയാണ്. പ്രിയങ്ക എപ്പോൾ പറയുന്നുണ്ട് ആ കാര്യമൊന്നും സംസാരിക്കാൻ ഇതുവരെയും പറ്റിയില്ല എന്നൊക്കെ. ശരത് അപ്പോൾ പറയുന്നുണ്ട്, കല്യാണം കഴിഞ്ഞ ആദ്യ സമയങ്ങളിലാണ് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ശരിയാക്കേണ്ടത്. പോകെ പോകെ ഇതൊന്നും നടക്കത്തില്ല എന്നൊക്കെ പറയുന്നു. നീ കണിമംഗലത്തിലെ വേലക്കാരിയായി പിന്നെ ജീവിക്കേണ്ട അവസ്ഥയാകുമെന്നൊക്കെ പറയുന്നുണ്ട്. പ്രിയങ്ക സംസാരിക്കുന്നത് കൽപ്പന ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പ്രിയങ്ക എപ്പോൾ പറയുന്നുണ്ട്, ഞാൻ ഇവിടേക്ക് വന്നതിന് ഒരു ഉദ്ദേശമുണ്ട്, അത് ഉറപ്പായിട്ടും നടത്തിയിരിക്കുമെന്നൊക്കെ പറയുന്നു. പ്രിയങ്ക ഫോൺ വെച്ചതിന് ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ കൽപ്പനയെ കാണുന്നുണ്ട്. കൽപ്പന പ്രിയങ്കയോട് ചോദിക്കുന്നുണ്ട്, നീ എന്തുദ്ദേശത്തോടെയാണ് ഇവിടേക്ക് വന്നതെന്നൊക്കെ. പ്രിയങ്ക അപ്പോൾ കൽപ്പനയെ കുറ്റപ്പെടുത്തുന്നുണ്ട്, ഇങ്ങനെ ഒളിഞ്ഞു നിന്ന് സംസാരം ശ്രദ്ധിക്കുന്നതൊന്നും ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിന്റെ കൂടെ ഇരുന്ന് ശുശ്രൂഷിച്ചു കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രിയങ്ക കുറ്റപ്പെടുത്തിയിട്ട് പോകുന്നുണ്ട്. അതേ സമയത്ത് വരുൺ റൂമിൽ വിഷമിച്ചിരിക്കുന്ന സമയത്ത് പ്രിയങ്ക അവിടേക്ക് വരുന്നു. പ്രിയങ്ക തലയിൽ തൊട്ടിട്ട് എന്തു പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വരുൺ ചാടി എഴുന്നേറ്റിട്ട് നീ എന്റെ ദേഹത്തൊന്നും തൊടണ്ടെന്നൊക്കെ പറയുന്നു. പ്രിയങ്ക എപ്പോൾ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ, അങ്ങനെ ചെയ്തെന്നും പറഞ്ഞ് ഒരു തെറ്റുമില്ല എന്നൊക്കെ പറയുന്നു. എന്റെ മുത്തശ്ശി എന്നെ പഠിപ്പിച്ചത് ഭർത്താവിനെ ദൈവമായിട്ട് കാണണം, അവരെ അടിമയായിട്ട് ജീവിക്കണമെന്നൊക്കെയാണ് പറഞ്ഞതെന്നൊക്കെ പറയാണ്. വരുൺ അപ്പോൾ ദേഷ്യത്തോട് പറയുന്നുണ്ട്, നീ എന്നെ അങ്ങനെയൊന്നും കാണണ്ടെന്നൊക്കെ. പ്രിയങ്ക പെട്ടെന്ന് കരയുകയാണ്. അത് കാണുമ്പോൾ വരുണിന് ടെൻഷൻ ആകുന്നുണ്ട്. വരുൺ പറയുന്നുണ്ട്, നീ കരഞ്ഞ് പ്രശ്നമുണ്ടാക്കി എല്ലാവരെയും അറിയിക്കരുതെന്നൊക്കെ പറയുന്നു. പ്രിയങ്ക പറയുന്നുണ്ട്, ഞാൻ വേണമെങ്കിൽ വരുണിന് വേണ്ടി മരിക്കാം, അങ്ങനെ വേണമെങ്കിൽ കൂടെ ചെയ്യാം, ഇവിടെ വെച്ച് മരിക്കണോ അല്ലെങ്കിൽ വേണ്ട, നിങ്ങൾക്ക് പേരുദോഷമാകത്തില്ല എന്നൊക്കെ പറയുന്നു. എന്റെ അച്ഛനാണെങ്കിൽ പൈസ ഇല്ലാത്ത ആളാണ്, ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ വിവാഹം നടത്തിയത്. ഈ വിവാഹത്തിന് വരുണിന് താല്പര്യമില്ലെന്നും എന്നെ ഇഷ്ടമല്ലെന്നും ഒക്കെ പറഞ്ഞാൽ അവരും തകർന്നു പോകുമെന്നൊക്കെ പറഞ്ഞ് കരയുകയാണ്. പ്രിയങ്ക അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സെന്റിമെന്റൽ ആക്കാൻ നോക്കുകയാണ്. വരുണാണെങ്കിൽ എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിക്കുകയാണ്. വരുണിനെ കയ്യിലെടുക്കാൻ വേണ്ടി മാത്രം പ്രിയങ്ക എല്ലാം അഭിനയിച്ചത് മാത്രമാണ്. ശേഷം കാണിക്കുന്നത് വിഷമിച്ചിരിക്കുന്ന രാധികയാണ്. രാധികയുടെ അടുത്തേക്ക് നന്ദുമോൻ വരുന്നുണ്ട്. നന്ദുമോൻ പറയുന്നുണ്ട്, നമ്മുടെ അടുത്ത് ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്, ചേച്ചി കാണാൻ വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. രാധിക വരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പ്രിയങ്കയുടെ അമ്മ അപ്പോൾ പറയുന്നുണ്ട്, ഈ മൂഡൊക്കെ ഒന്ന് മാറണമെങ്കിൽ നീ പോയി കണ്ടിട്ട് വാ, മോന്റെ കൂടെ പോയിട്ട് വരാനെന്നൊക്കെ പറയുന്നു. മുത്തശ്ശി ഈ കാര്യമൊന്നും അറിയത്തില്ല, നീ പോയിട്ട് വരാനെന്ന് പറഞ്ഞിട്ട് രാധികയെ പറഞ്ഞു വിടുകയാണ്. ശേഷം കാണിക്കുന്നത് കൽപ്പനയും ചെറിയമ്മയും ചെറിയമ്മയുടെ മോനെയുമാണ്. കൽപ്പന പറയുന്നുണ്ട്, പ്രിയങ്കയ്ക്ക് എന്തോ ദുരുദ്ദേശമുണ്ട്, അവൾ ആരോടോ ഫോൺ വിളിക്കുന്നത് ഞാൻ കേട്ടതാണ്, അവൾ എന്തോ കാര്യം സാധിക്കാൻ വേണ്ടി കൂടിയാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നതെന്നൊക്കെ പറയുന്നു. കൊച്ചച്ഛന്റെ മകൻ അപ്പോൾ പറയുന്നുണ്ട്, ഈ വിവാഹത്തിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്, അതെന്തായാലും കണ്ടുപിടിക്കണമെന്നൊക്കെ പറയാണ്. കൽപ്പന പറയുന്നുണ്ട്, പ്രിയങ്ക എന്നെയാണ് വെല്ലുവിളിച്ചിരിക്കുന്നത്, അവളെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറയുന്നു. ചെറിയമ്മ അവിടെ നിന്ന് പോകുന്നുണ്ട്. അതിനുശേഷം കൽപ്പനയും ചെറിയമ്മയുടെ മകനും തനിച്ചാകുന്നുണ്ട്. ചെറിയമ്മയുടെ മകൻ കൽപ്പനയെ തന്നെ നോക്കുകയാണ്. കൽപ്പന അപ്പോൾ ചോദിക്കുന്നുണ്ട്, നീ എന്താണ് ഇങ്ങനെ നോക്കുന്നതെന്ന്. അവനപ്പോൾ പറയുന്നുണ്ട്, അടുത്ത് കണ്ടപ്പോൾ നോക്കിപ്പോയതാണെന്ന്. കൈകൊണ്ടാണെങ്കിൽ ടച്ച് ചെയ്യാൻ വേണ്ടി ചെല്ലുമ്പോഴേക്കും കൽപ്പന ഓടിപ്പോകുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് രാധികയും നന്ദുമോനും ഷൂട്ടിംഗ് കാണാനായിട്ട് പോയിരിക്കുകയാണ്. അവിടേക്ക് ഹീറോ ജീവൻ വന്നിറങ്ങുകയാണ്. ജീവയെ കാണുമ്പോൾ എല്ലാവരും കൈ കാണിക്കുന്നു. ജീവയും അവിടെ നിൽക്കുന്ന ആൾക്കാരെ എല്ലാം കൈ കാണിക്കുകയാണ്. നന്ദു രാധികയോട് പറയുന്നുണ്ട്, അയാളെ കാണാൻ എന്തു ഭംഗിയാണെന്നൊക്കെ. ജീവ പക്ഷെ രാധികയെ കാണുന്നുണ്ട്. രാധികയെ കാണുമ്പോൾ ജീവ കുറച്ചു നേരം നോക്കി നിന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയ കഥയുമായി വീണ്ടും കാണാം. താങ്ക്